1.5 വർഷത്തോളം നീണ്ട ആസൂത്രണം. മേൽനോട്ടം വഹിച്ചത് സെലൻസ്കി നേരിട്ട്. റിമോട്ട് നിയന്ത്രിത ഷെഡുകളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഡ്രോണുകൾ. ഫസ്റ്റ് പേഴ്സൺ വ്യൂ FPV ഡ്രോണുകൾ ഉപയോഗിച്ച് യുക്രൈൻ തകർത്തത് റഷ്യയുടെ 5 വ്യോമതാവളങ്ങൾ. ഉണ്ടാക്കിയ നഷ്ടം $7 ബില്യൺ. ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് എന്ന ദൗത്യത്തിൽ യുക്രൈനിയൻ സൈന്യം ട്രക്കുകൾക്കുള്ളിൽ ഒളിപ്പിച്ച് റഷ്യയിലേക്ക് രഹസ്യമായി അയച്ചത് 100-ലധികം ഡ്രോണുകൾ. യുക്രൈനിന്റെ ഏറ്റവും വിപുലമായ ഡ്രോൺ ആക്രമണം പ്രധാന റഷ്യൻ സൈനിക വ്യോമതാവളങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും കേടുപാടുകൾ വരുത്തി. 7 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ 5 വ്യോമതാവളങ്ങൾ തകർന്നതായും 41 ബോംബർ വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായാണ് റിപ്പോർട്ട്. വിമാനങ്ങൾക്ക് പുറമെ ഒരു പാസഞ്ചർ ട്രെയിൻ കടന്നുപോകുന്ന സമയത്ത് റഷ്യൻ ഹൈവേ പാലം പൊട്ടിത്തെറിച്ചതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. 388 പേരുമായി മോസ്കോയിലേക്ക് പോവുകയായിരുന്ന പാസഞ്ചർ ട്രെയിനിന് മുകളിലൂടെയുള്ള ഹൈവേ പാലം പൊട്ടിത്തെറിച്ച് 7 പേർ കൊല്ലപ്പെടുകയും 69 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. റഷ്യൻ താവളങ്ങളിൽ നടത്തിയ വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണങ്ങളിൽ ശക്തമായ തന്ത്രപ്രധാന ബോംബറുകൾ ഉൾപ്പെടെ 40ഓളം റഷ്യൻ വിമാനങ്ങൾ നശിപ്പിച്ചതായി യുക്രൈൻ അവകാശപ്പെട്ടു. യുക്രൈനിന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ SBU സ്പൈഡേഴ്സ് വെബ് എന്ന രഹസ്യനാമമുള്ള ഈ ഒരു പ്രവർത്തനം തങ്ങൾ നടത്തിയതായും ഗണ്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. യുക്രൈനിന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ സെക്യൂരിറ്റി സർവീസ് ഓഫ് യുക്രൈൻ SBU 18 മാസമായി ആക്രമണം ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്തതാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. റഷ്യൻ ലക്ഷ്യങ്ങൾക്ക് നേരെയുള്ള ഓപ്പറേഷന് പ്രസിഡന്റ് സെലൻസ്കി മേൽനോട്ടം വഹിച്ചതായും യുക്രൈനിയൻ സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. റഷ്യയ്ക്കുള്ളിലെ വ്യോമതാവളങ്ങളിൽ ഏകദേശം $7 ബില്യൺ വിലമതിക്കുന്ന റഷ്യൻ സൈനിക വിമാനങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് SBU കൂട്ടിച്ചേർത്തു. യുക്രൈനിലേക്ക് ദീർഘദൂര മിസൈലുകൾ തൊടുക്കാൻ വിന്യസിക്കുന്ന Tu-95, Tu-22 സ്ട്രാറ്റജിക് ബോംബറുകൾ ഉൾപ്പെടെയുള്ള റഷ്യൻ വിമാനങ്ങളെ യുക്രൈനിയൻ സൈന്യം ആക്രമിച്ചതായും SBU അവകാശപ്പെട്ടു. റഷ്യയും ഈ ആക്രമണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. യുക്രൈനിന്റെ ആക്രമണ ശ്രമം തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഫലപ്രദമായി ചെറുത്തെന്നും റഷ്യ വ്യക്തമാക്കുന്നുണ്ട്. മർമാൻസ്, ഇർകുട്സ്ക് മേഖലകളിലെ ആക്രമണങ്ങൾ ഒഴികെ രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധം എല്ലാ മേഖലകളിലും ആക്രമണങ്ങൾ പരാജയപ്പെടുത്തിയതായി റഷ്യ അവകാശപ്പെട്ടു. ആദ്യമായാണ് മർമാൻസ് മേഖലയിലെ ഒലെനഗോർസ്ക്, അതുപോലെ സൈബീരിയയിലെ ഇർകുട്സ്ക് മേഖലയിലെ സ്ട്രെറ്റ്നി എന്നിവയുൾപ്പെടെയുള്ള റഷ്യൻ വ്യോമതാവളങ്ങളിൽ യുക്രൈൻ ആക്രമണം നടത്തുന്നത്. വിമാനത്താവളങ്ങളുടെ പരിധിക്കകത്തേക്ക് കൊണ്ടുപോകുന്ന ട്രക്കുകളുടെ പുറകിൽ വിദഗ്ധമായ ഡ്രോണുകൾ ഒളിപ്പിക്കുകയായിരുന്നു. റിമോട്ട് ആക്ടിവേറ്റഡ് മെക്കാനിസം ഉപയോഗിച്ച് ഉയർത്തുന്ന ഷെഡുകൾക്കുള്ളിലാണ് ഡ്രോണുകൾ ഒളിപ്പിച്ചത്. വ്യോമതാവളങ്ങളുടെ പരിധിയിലെത്തിയ ശേഷം ഡ്രോണുകൾ ആക്രമണം ആരംഭിക്കുകയായിരുന്നു. ട്രക്കിന്റെ മേൽക്കൂരയിൽ നിന്ന് ഡ്രോണുകൾ ഉയർന്നു വരുന്നതിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. റഷ്യൻ യുദ്ധവിമാനങ്ങൾ തിരിച്ചറിയുന്നതിനായി നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിലെ ഏറ്റവും കനത്ത നാശനഷ്ടമുണ്ടാക്കിയ യുക്രൈനിയൻ ഡ്രോൺ ആക്രമണമായിരിക്കും ഇത്. മോസ്കോയ്ക്ക് ഇതൊരു പ്രധാന തിരിച്ചടിയുമായിരിക്കും. ആക്രമണം സ്ഥിരീകരിച്ച സെലൻസ്കി ഇതിനെ മികച്ച പ്രവർത്തനം എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ ഒരു ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിന് 1.5 വർഷത്തിലധികം സമയമെടുത്തു എന്നും 117 ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് ഇസ്താംബുളിൽ നടക്കാനിരിക്കുന്ന 2ാം ഘട്ട സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായി പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ക്രെംലിൻ സഹായി വ്ളാഡിമിർ മെഡിൻസ്കിയുടെ നേതൃത്വത്തിലുള്ള റഷ്യൻ പ്രതിനിധി സംഘം ചർച്ചകൾക്കായി തുർക്കിയിൽ എത്തിയിട്ടുമുണ്ട്. ഏറ്റവും പുതിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ചർച്ചകൾ അനിശ്ചിതത്വത്തിലാണ് എന്ന് വേണം പറയാൻ.